മലയാളികളുടെ വീടകങ്ങളിലാണ് ചോര നിറയുന്നത്, ചോര ചിന്തുന്നത്. ഞെട്ടിക്കുന്ന കൊലപാതകങ്ങളാണ് ഓരോ ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഓരോ ദിവസവും ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ടിയും വരുന്നു. ഇന്നും നടന്നു, ഇന്നും നമ്മൾ കേട്ടു 2 കൊലപാതകങ്ങളെക്കുറിച്ച്. ഇന്ന് 2 കൊലപാതകങ്ങൾ രാവിലെ നമ്മളെ തേടിയെത്തി. ഈ വിശദമായി പരിശോധിക്കുകയാണെങ്കിൽ കേരളത്തിൽ സമീപകാലത്ത് ഈ 2 മാസങ്ങളിൽ മാത്രമുള്ള കൊലപാതകങ്ങളുടെ കണക്കുകൾ എടുക്കുകയാണെങ്കിൽ കുടുംബക്കാരാണ് കൊല്ലുന്നത്, കുടുംബത്തിൽപ്പെട്ടവർ തന്നെയാണ് ഇരയാവുന്നത്. ഇത്തരത്തിലുള്ള കേസുകളിലേക്ക് നമ്മൾ ഓരോന്നായി വരികയാണെങ്കിൽ ഇന്ന് നമ്മൾ കേട്ട കേസിലേക്ക് നമ്മൾ ആദ്യം വരികയാണ്. അതായത് ഭാര്യയെ കൊലപ്പെടുത്തി ഭർത്താവ് ജീവനൊടുക്കിയ ഒരു സംഭവം. പാലക്കാട് നിന്നുള്ള ഒരു വാർത്തയായിരുന്നു. മരിച്ചത് വണ്ടാഴി ഏറാട്ടുകുളമ്പ് കൃഷ്ണകുമാറും ഭാര്യ സംഗീതയുമാണ്. കോയമ്പത്തൂരിലെത്തി കൃഷ്ണകുമാർ ഭാര്യയെ കൊലപ്പെടുത്തുന്നു. എന്നിട്ട് അതിനുശേഷം തിരിച്ച് വണ്ടാഴിയിലേക്ക് എത്തുന്നു. വണ്ടാഴിയിൽ സ്വന്തം വീട്ടിലെത്തിയ കൃഷ്ണകുമാർ സ്വയം നിറയൊഴിക്കുകയാണ്, സ്വയം മരിക്കുകയാണ്. ഭാര്യയെ കോയമ്പത്തൂരിൽ കൊലപ്പെടുത്തിയ ശേഷം തിരിച്ചെത്തുന്നു, സ്വയം മരിക്കുന്നു. കൊലപാതക കാരണം സംശയരോഗമായിരുന്നു. ഭാര്യയെ സംശയമുണ്ടായിരുന്നു, കുടുംബത്തിൽ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിനാൽ അങ്ങനെ കൊലപാതകം ചെയ്യുന്നു, ഭാര്യയെ കൊല്ലുന്നു. ഇതാണ് ഇന്ന് വന്ന ആദ്യത്തെ കൊലപാതക വാർത്ത എന്ന് പറയുന്നത്. അടുത്തത് നമ്മൾ പോകുന്നത് ഇന്ന് തന്നെ കേട്ട മറ്റൊരു കൊലപാതക വാർത്തയിലേക്കാണ്. അത് പത്തനംതിട്ടയിൽ നിന്നാണ് ആ വാർത്ത വന്നത്. പത്തനംതിട്ട കലഞ്ഞൂരിലാണ്. കലഞ്ഞൂരിൽ ഇരട്ടക്കൊലയാണ് നടന്നത്. യുവാവ് ഭാര്യയെയും സുഹൃത്തിനെയും കൊലപ്പെടുത്തുകയായിരുന്നു. കൊല്ലപ്പെട്ടത് വൈഷ്ണയും വിഷ്ണുവുമാണ്. ഈ വിഷ്ണുവിന്റെ സുഹൃത്തായിട്ടുള്ള ബൈജു ആണ് ഈ കൊല നടത്തിയത്. ഈ വൈഷ്ണയുടെ ഭർത്താവാണ് ബൈജു എന്ന് പറയുന്നത്. ബൈജു ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. എന്തായാലും ഈ കൊലപാതകത്തിന്റെ കാരണം എന്ന് പറയുന്നത് സാമ്പത്തിക തർക്കമാണൊന്ന്, മറ്റൊന്ന് സംശയരോഗം തന്നെയാണ്. നേരത്തെയും നമ്മൾ പറഞ്ഞ കേസിൽ സംശയരോഗമുണ്ടായിരുന്നു. അതായത് ഭാര്യയെ സംശയമായിരുന്നു. ഈ സുഹൃത്തുമായി ബന്ധപ്പെട്ടൊക്കെ സംശയങ്ങൾ ഇയാൾക്കുണ്ടായിരുന്നു. ഇയാൾ എന്ത് ചെയ്തു? സുഹൃത്തിനെയും കൊന്നു, ഭാര്യയെയും കൊന്നു. ഈ 2 സംഭവങ്ങളും ഇന്ന് വന്ന കൊലപാതക വാർത്തകളാണ്. ഇന്ന് രാവിലെ മുതൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന കൊലപാതക വാർത്തയാണ്. ഇനി നമുക്ക് ഫെബ്രുവരിയിലേക്ക് ഒന്ന് പോവുകയാണെങ്കിൽ, അതായത് കഴിഞ്ഞ മാസം ഫെബ്രുവരി 24 സംഭവിച്ച ഒരു കൊലപാതകത്തിന്റെ വിവരം, ഞെട്ടിക്കുന്ന വാർത്തയാണ് നമ്മളത് കേട്ടത്. ഇപ്പോഴും നമ്മളതിന്റെ ചർച്ച അവസാനിപ്പിച്ചിട്ടില്ല. വെഞ്ഞാറമൂട്ടിൽ യുവാവ് കൊലപ്പെടുത്തിയത് 5 ബന്ധുക്കളെയാണ്. 23 വയസ്സുകാരനായ അഫാനാണ് പ്രതി. കൊലപ്പെടുത്തിയത് ആരൊക്കെയാണെന്ന് നോക്കൂ. സഹോദരനായ അഹ്നാനെ, മുത്തശ്ശി സൽമാ ബീവിയെ, പിതൃ സഹോദരൻ ലത്തീഫിനെ, ഭാര്യ സാജിദയെ, പെൺസുഹൃത്ത് ഫർസാനയെ. ഈ ഫർസാന മാത്രമാണ് ആ കുടുംബത്തിന് പുറത്തു നിൽക്കുന്ന ഒരാൾ. മറ്റെല്ലാവരും ആ കുടുംബത്തിനകത്ത് നിൽക്കുന്നവരാണ്. പ്രതി ആ കുടുംബത്തിൽപ്പെട്ട യുവാവാണ്. കൊലപാതക കാരണം സാമ്പത്തിക പ്രശ്നങ്ങളും മുൻ വൈരാഗ്യവുമാണ്. ഓരോരുത്തരെയും ആ യുവാവ് ഒരു ദിവസം മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ കൊന്നൊടുക്കിയ വാർത്ത നമ്മൾ ഞെട്ടലോടെയാണ് കേരളം കേട്ടത്. ഫെബ്രുവരിയിലേക്ക് തന്നെ വരികയാണ്. ഫെബ്രുവരി 23 നടന്ന മറ്റൊരു കൊലപാതകം എന്ന് പറയുന്നത് അത് അട്ടപ്പാടിയിലാണ് നടന്നത്. അട്ടപ്പാടിയിൽ മകൻ അമ്മയെ കൊലപ്പെടുത്തുകയായിരുന്നു. കൊല്ലപ്പെട്ടത് പുതൂർ അരളിക്കോണം ഊരിലെ രേശിയായിരുന്നു. മകൻ രഘുവാണ് ഈ കൊല നടത്തിയത്. രഘു കൊലപ്പെടുത്തിയത്, സ്വന്തം അമ്മയെ കൊലപ്പെടുത്തിയത് എങ്ങനെയാണെന്ന് അറിയാമോ? ഹോളോ ബ്രിക്സ് കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു സ്വന്തം അമ്മയെ രഘു. രേശി എന്ന ആ അമ്മ കൊല്ലപ്പെടുകയായിരുന്നു. ഇതാണ് ഫെബ്രുവരി 23 നടന്നിട്ടുള്ള കൊലപാതകം എന്ന് പറയുന്നത്. ഇതേ ദിവസം ഫെബ്രുവരി 23 നടന്ന ഇതേ കൊലപാതകത്തിലേക്ക് നമ്മൾ ഒന്നുകൂടി വരികയാണെങ്കിൽ അത് തിരുവനന്തപുരത്താണ് നടന്നത്. തിരുവനന്തപുരം വട്ടപ്പാറയിൽ ഭാര്യയെ കൊലപ്പെടുത്തുകയായിരുന്നു. കൊലപാതകത്തിന് ശേഷം ഭർത്താവ് ജീവനൊടുക്കുകയും ചെയ്തു. മരിച്ചത് വയോധികരായ ആളുകളാണ്, ബാലചന്ദ്രനും ജയലക്ഷ്മിയും. വയോധികരായ ഈ 2 പേരും മരിക്കുകയായിരുന്നു. ഇത് ഒരു കൊലപാതകം. ഇനി അടുത്തതിലേക്ക് വന്നാൽ ഫെബ്രുവരി മാസത്തിൽ നടന്ന മറ്റൊരു കൊലപാതകത്തിലേക്ക് വരികയാണെങ്കിൽ ഫെബ്രുവരി 9 നടന്ന കൊലപാതകം നോക്കുക. നടക്കുന്നത് പാലക്കാടാണ്. പാലക്കാട് ഭാര്യയെ ഭർത്താവ് വെട്ടിക്കൊല്ലുന്നു. മരിച്ചത് തോലന്നൂർ സ്വദേശി ചന്ദ്രികയാണ്. പ്രതി രാജൻ. അതിന്റെ കാരണമായിട്ടുള്ളത് കുടുംബ വഴക്കാണെന്നാണ് അന്വേഷണത്തിൽ ഇതുവരെ അറിയാൻ കഴിയുന്നത്. ഫെബ്രുവരിയിൽ തന്നെ നടന്ന മറ്റൊരു കൊലപാതകം. ഇനിയുമുണ്ട് കൊലപാതകങ്ങൾ. അതായത് ദിവസക്കണക്കിന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഫെബ്രുവരി 1 നടന്ന ഒരു കൊലപാതകത്തിലേക്ക് വരികയാണെങ്കിൽ അത് ആലപ്പുഴയിലാണ് ഉണ്ടായത്. ആലപ്പുഴയിൽ മാതാപിതാക്കളെ മകൻ കൊലപ്പെടുത്തുകയായിരുന്നു. വയോധികരായ മാതാപിതാക്കളെ കൊലപ്പെടുത്തിയത് എങ്ങനെയാണെന്നോ? വീടിന് തീ വെച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. കൊല്ലപ്പെട്ടത് രാഘവനും ഭാര്യ ഭാരതിയുമാണ്. മകന്റെ കയ്യാലെ കൊലപ്പെടുന്നു. മകൻ ഈ വീട്ടിലുള്ള പല പ്രശ്നങ്ങൾ കാരണം 60 വയസ്സുകാരനായ മകനാണ്. മകൻ വിജയൻ വീടിന് തീയിടുന്നു. അച്ഛനെയും അമ്മയെയും ചുട്ടുകൊല്ലുന്നു. കൊലപാതക കാരണമായി പറയുന്നത് സ്വത്ത് തർക്കം തന്നെയാണ്. ഇവിടെയും പല കാരണങ്ങളാണ് പല കൊലപാതകത്തിനും പിന്നിൽ. ജനുവരി മാസം ഈ വർഷം തുടങ്ങി നമ്മൾ കേട്ട ഒരുപാട് കൊലപാതകങ്ങളുണ്ട്. അതിലൊന്നിലേക്ക് വരികയാണ്
വരികയാണെങ്കിൽ ജനുവരി 30 നമ്മൾ കേട്ട കൊലപാതകത്തിന്റെ വിശദാംശങ്ങൾ ബാലരാമപുരത്ത്. നമ്മൾ ആരും മറന്നു കാണില്ല, ആ ജനുവരി 30 രാവിലെ നടക്കുന്ന സംഭവമായിരുന്നു. ബാലരാമപുരത്ത് 2 വയസ്സുകാരിയെ കൊലപ്പെടുത്തിയ സംഭവം. പ്രതി അമ്മയുടെ സഹോദരൻ ഹരികുമാർ ആയിരുന്നു. ഈ അമ്മാവനാണ് കുഞ്ഞിനെ കൊലപ്പെടുത്തിയത്. കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞാണ് കൊലപ്പെടുത്തിയത്. കൊല്ലപ്പെട്ടത് 2 വയസ്സുകാരി ദേവേന്ദു. ഇതിന്റെ കാരണം എന്തായിരുന്നു എന്നാൽ സഹോദരിയോടുള്ള വൈരാഗ്യമായിരുന്നു. മുൻവൈരാഗ്യമെല്ലാം വെച്ച് സഹോദരിയുടെ കുഞ്ഞിനെ കൊല്ലുക എന്നതിലേക്കാണ് ആ അമ്മാവൻ എത്തിച്ചേർന്നത്. അടുത്ത കൊലപാതകത്തിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ജനുവരി 18 നടന്ന കൊലപാതകം. ഞെട്ടിക്കുന്ന കുടുംബഹത്യകളുടെ വിവരങ്ങളിലേക്ക് തന്നെയാണ്. ജനുവരി 18 നടന്ന ആ കൊലപാതകത്തിന്റെ വിശദാംശങ്ങളിലേക്ക് വന്നാൽ അത് താമരശ്ശേരിയിലാണ് നടന്നത്. താമരശ്ശേരിയിൽ മകൻ അമ്മയെ വെട്ടിക്കൊലപ്പെടുത്തുന്നു. കൊല്ലപ്പെട്ടത് ക്യാൻസർ രോഗിയായ സുബൈദയായിരുന്നു. സുബൈദ എന്ന അമ്മ. പ്രതി ആഷിഖാണ്. ആഷിഖ് ലഹരിക്കടിമയായിരുന്നുവെന്നാണ് അന്വേഷണത്തിൽ തെളിയുന്നത്. ജന്മം നൽകിയതിനുള്ള ശിക്ഷ നടപ്പാക്കിയെന്നാണ് കൊലപാതകത്തിൽ ആഷിഖ് പറഞ്ഞത്. അന്വേഷണ സംഘം അക്കാര്യമൊക്കെ വെളിപ്പെടുത്തുകയുണ്ടായി. ഇത്രയും കൊലപാതകങ്ങൾ ആലോചിച്ച് നോക്കൂ. ഈ സമീപകാലത്ത് ഈ 2 മാസത്തിനുള്ളിൽ പുതുവർഷം പിറന്നതിന് ശേഷം നമ്മൾ കേട്ട കൊലപാതകങ്ങളുടെ കണക്ക് അത് വലുതാണ്. അതിൽ കുറച്ചു മാത്രമാണ് ഞാൻ പറഞ്ഞത്. കുടുംബഹത്യകളാണ് ഇതെല്ലാം. കുടുംബത്തിൽപ്പെട്ട ആളുകൾ സ്വന്തം രക്തബന്ധങ്ങളെ, സ്നേഹബന്ധങ്ങളെ, പ്രണയബന്ധങ്ങളെ കൊന്നൊടുക്കുന്ന വിവരങ്ങൾ, അതിന്റെ വിശദാംശങ്ങളാണ് നമ്മൾ ഇപ്പോൾ കേട്ടത്.